ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈകാതെ തന്നെ കൊല്ലപ്പെടുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകുറച്ചായി. ഇറാൻ എന്തായാലും അത്തരമൊരു കൃത്യം ചെയ്യില്ല. ബങ്കറിൽ നിന്ന് ബങ്കറിലേക്ക് മാറിക്കഴിയുന്ന നെതന്യാഹുവിന്റെ മരണം ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ കൈകൊണ്ടാണോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും അതിനുള്ള ഉത്തരം നെതന്യാഹുവിന്റെ മകൻ തന്നെ നൽകിയിരിക്കുകയാണ്. നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തെ വിധിക്കാനുള്ള നീക്കം നടക്കുന്നതുമായാണ് അദ്ദേഹത്തിന്റെ മകൻ യായിർ നെതന്യാഹു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ ചെറുപ്പക്കാരനെ ഇറാൻ തട്ടിക്കൊണ്ടുപോയതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചുമതലയുള്ള ഷിൻബത്ത് ആണ് ഇതിന് പിന്നിലെന്നാണ് യായിർ പറയുന്നത്. തന്റെ പിതാവിന്റെ സർക്കാരിനെ അട്ടിമറിക്കാനും IDF സൈനികരെ പീഡിപ്പിക്കാനും ഷിൻബത്ത് ശ്രമിക്കുന്നുവെന്നും യായിർ ആരോപിക്കുന്നുണ്ട്. സമൂഹമാധ്യമമായ എക്സിൽ തുടരെയുള്ള കുറിപ്പുകൾ പോസ്റ്റ് ചെയ്താണ് യായിർ ഷിൻബത്തിനെതിരെ രംഗത്ത് വന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ സിം കാർഡുകൾ വ്യാപകമായി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് നെതന്യാഹുവിന് അറിയാമായിരുന്നെന്ന റിപ്പോർട്ട് മുഴുവൻ തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും യായിർ പറയുന്നു. ഒക്ടോബർ 7-ന് നടന്ന സൈന്യത്തിന്റെ സംഭാഷണങ്ങളും അവർ ഈ ചർച്ചകൾ പ്രധാനമന്ത്രിയിൽ നിന്ന് മറച്ചുവെച്ച വസ്തുതയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണിതെന്നും യായിർ കുറ്റപ്പെടുത്തി. 60കളിലെ തെക്കേ അമേരിക്ക പോലെയുള്ള ഒരു ബനാന റിപ്പബ്ലിക്കാണിത്. ഇപ്പോൾ ഇസ്രയേൽ സൈനികരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഷിൻബത്ത് തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷിഫ ആശുപത്രി അഡ്മിനിസ്ട്രേറ്ററെ മോചിപ്പിച്ചതെന്നും യായിർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് നെതന്യാഹുവിന്റെ മകൻ യായിർ കഴിയുന്നത്. ഗാസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ 33-കാരനായ മകന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രകോപനപരമായ ഓൺലൈൻ പോസ്റ്റുകൾക്ക് ഒന്നിലധികം തവണ യായിർ നിയമ നടപടി നേരിട്ടിട്ടുണ്ട്. അതിനിടെ ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ നിഷേധിച്ച് ജോ ബൈഡൻ ഭരണകൂടത്തിന് ഇറാൻ സന്ദേശം അയച്ചെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ട്രംപിന്റെ ജീവന് വേണ്ടിയുള്ള ഏതൊരു ശ്രമവും യുദ്ധമായി കണക്കാക്കുമെന്ന് ബൈഡൻ ഭരണകൂടം സെപ്റ്റംബറിൽ ഇറാന് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഈ സംഭവ വികാസം ഉണ്ടായതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഉദ്ദേശിച്ച് ഒക്ടോബറിൽ ഒരു ഇടനിലക്കാരൻ വഴിയാണ് സന്ദേശം അയച്ചത്. 2020-ൽ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് ഇറാനിയൻ പ്രതികാര സാധ്യതയെക്കുറിച്ച് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച യുഎസിന്റെ കർശനമായ മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു ഇത്. അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു നീക്കം. നവംബർ 5-ന് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇറാനെതിരെ കടുത്ത നിലപാട് പുതുക്കാൻ അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും നിയുക്ത പ്രസിഡന്റുമായി കൂടുതൽ അനുരഞ്ജന സമീപനത്തിനാണ് വിവിധ ഇറാനിയൻ ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും മാധ്യമങ്ങളും നിർദ്ദേശിച്ചത്. നിയുക്ത പ്രസിഡന്റിനെതിരായ ഇറാനിയൻ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട 2 കുറ്റാരോപണങ്ങൾ ഉദ്ധരിച്ച് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ സുലൈമാനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്തിരിക്കാമെന്ന് US ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു. ജനറൽ സുലൈമാനിയെ കൊലപ്പെടുത്തിയത് ക്രിമിനൽ നടപടിയാണെന്ന ടെഹ്റാന്റെ നിലപാടിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാനിയൻ സന്ദേശമെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നിരുന്നാലും ട്രംപിനെ കൊല്ലാൻ ഇറാൻ ഉദ്ദേശമില്ലെന്നും ആശയവിനിമയം വ്യക്തമാക്കുന്നു. ഈ സന്ദേശം ഇരുപക്ഷവുമായി ഇടപഴകുന്ന ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനും വിശകലന വിദഗ്ധനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അക്രമാസക്തമായ മാർഗങ്ങളിലൂടെ അല്ല, അന്താരാഷ്ട്ര നിയമമാർഗങ്ങളിലൂടെ സുലൈമാനിയുടെ മരണത്തിന് നീതി നടപ്പാക്കാനുള്ള ആഗ്രഹം ഇറാൻ പ്രകടിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. സന്ദേശം ഏതെങ്കിലും പ്രത്യേക ഇറാനിയൻ ഉദ്യോഗസ്ഥനിൽ നിന്നുള്ളതല്ലെന്ന് US ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. എന്നാൽ ഇത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയിൽ നിന്നുള്ളതാണെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥനും വിശകലന വിദഗ്ധനും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇറാന്റെ ദൗത്യം ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ സുലൈമാനിയുടെ കൊലപാതകത്തെ നിയമപരവും നീതിന്യായപരവുമായ വഴികളിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ടെഹ്റാന്റെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയെക്കുറിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിയൻ ഗൂഢാലോചനക്കാർ തമ്മിലുള്ള ചർച്ചകളിൽ മുൻ പ്രസിഡന്റിനെ ലക്ഷ്യം വെക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മാൻഹട്ടനിലെ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ അടുത്തിടെ സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയായ എലോൺ മസ്ക് UN-ലെ ഇറാൻ അംബാസഡറുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ന്യൂയോർക്ക് സിറ്റിയിൽ രഹസ്യസ്ഥലത്തായിരുന്നു അംബാസഡർ അമീർ സൈദി ഇരവാനിയുമായുള്ള കൂടിക്കാഴ്ച. ടെഹ്റാനിലെ US എംബസിയിൽ 52 അമേരിക്കക്കാരെ ബന്ദികളാക്കിയ 1979-ലെ വിപ്ലവത്തിന് ശേഷം US-ഉം ഇറാനും ഔദ്യോഗിക നയതന്ത്ര ബന്ധം പുലർത്തിയിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതിയും തടവിലാക്കപ്പെട്ടവരുടെ കൈമാറ്റവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സമീപ വർഷങ്ങളിൽ നേരിട്ടും അല്ലാതെയും ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ടെഹ്റാനിലെ സ്വിസ് എംബസി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക നയതന്ത്ര ബന്ധമാണ്. US-ഉം ഇറാനും തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെട്ട സന്ദേശങ്ങൾ സ്വിസ് വഴിയാണ് അയച്ചതെന്ന് ഇറാൻ ഉദ്യോഗസ്ഥനും വിശകലന വിദഗ്ധനും പറയുന്നു.